മുന്നാറിന്റെ മഞ്ഞുമൂടിയ മലകളിൽ ഒരു ചെറിയ കഫേയുണ്ടായിരുന്നു, മിസ്റ്റി മോർണിംഗ്. അവിടെ ജോലി ചെയ്തിരുന്നത് എലീനയായിരുന്നു. അവളുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. പ്രഭാതത്തിൽ കഫേ തുറക്കുക, സന്ദർശകരെ സ്വീകരിക്കുക, ചായയും കാപ്പിയും നൽകുക, പിന്നെ വീണ്ടും മഞ്ഞിൽ മറഞ്ഞ സായാഹ്നം. എലീനയ്ക്ക് മഞ്ഞ് വളരെ ഇഷ്ടമായിരുന്നു. കാരണം മഞ്ഞയെല്ലാം മറയ്ക്കും, വേദനയും ഓർമ്മകളും, ചിലപ്പോഴെങ്കിലും ഹൃദയത്തിലെ ശൂന്യതയും. ഒരു ദിവസം കനത്ത മഞ്ഞിൽ ഒരു യുവാവ് കഫേയിലെത്തി. അവനൊരു ട്രാവൽ ഫോട്ടോഗ്രാഫറായിരുന്നു. മഞ്ഞിന്റെ സൗന്ദര്യം പകർത്താനായിരുന്നു അവന്റെ യാത്ര. ഇവിടെ ഏറ്റവും നല്ല ചായ ഏതാണ്? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എല്ലാം നല്ലതാണ്, പക്ഷേ മഞ്ഞിനൊപ്പം ചായ കൂടുതൽ രുചിയുള്ളതാണ്, എലീന മറുപടി നൽകി. ആ ചെറിയ സംഭാഷണം അവരുടെ കഥയുടെ തുടക്കമായി. അടുത്ത ദിവസങ്ങളിൽ പതിവായി കഫേയിലെത്താൻ തുടങ്ങി. അവൻ മഞ്ഞിന്റെ ചിത്രങ്ങളെടുക്കും, എലീനയുമായി സംസാരിക്കും. അവന്റെ കഥകളും യാത്രകളും കേൾക്കുമ്പോൾ എലീനയ്ക്ക് പുതിയ ലോകങ്ങൾ തുറന്നു. ഒരു ദിവസം അവളോട് ചോദിച്ചു, നീ ഒരിക്കലും ഈ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? എലീന ഒരു നിമിഷം ചിന്തിച്ചു. ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയുണ്ട്. ചിരിച്ചു. ജീവിതം മഞ്ഞുപോലെയാണ്, നീ മുന്നോട്ടു പോകാതെ നിന്നാൽ ഒന്നും കാണാൻ കഴിയില്ല. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. ദിവസങ്ങൾ കടന്നു. അവരുടെ സൗഹൃദം സ്നേഹമായി മാറി. മഞ്ഞിൽ അവർ ഒരുമിച്ച് നടന്നു, ചിരിച്ചു, ഓർമ്മകളുണ്ടാക്കി. ഒരു ദിവസം പറഞ്ഞു, എനിക്കിനി പോകണം, അടുത്ത യാത്രയ്ക്കായി. എലീനയുടെ ഹൃദയം വേദനിച്ചു. നീ തിരിച്ചുവരുമോ? അവൻ ചിരിച്ചു. മഞ്ഞു വീണ്ടും വരുന്നതുപോലെ ഞാൻ തിരിച്ചുവരും. അവൻ പോയി. ദിവസങ്ങൾ കടന്നു. മഞ്ഞു വന്നും പോയും ചെയ്തു. എലീന വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു പ്രഭാതം കഫേ തുറക്കുമ്പോൾ അവൾക്ക് പരിചിതമായൊരു ശബ്ദം കേട്ടു. എനിക്കൊരു ചായ കിട്ടുമോ, മഞ്ഞിനൊപ്പം? അവൾ തിരിഞ്ഞു നോക്കി. കണ്ണു നിറഞ്ഞ് അവൾ ചിരിച്ചു. നീ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞില്ലേ, അവൻ പറഞ്ഞു. മഞ്ഞു വീണ്ടും പെയ്തു. പക്ഷെ ഇത്തവണ അതൊന്നും മറച്ചില്ല. അതവരുടെ പ്രണയം കൂടുതൽ മനോഹരമാക്കി. വർക്കലയുടെ കടൽത്തീരത്ത് ഓരോ പ്രഭാതവും സൂര്യോദയം കാണാൻ പോകുന്ന പതിവുണ്ടായിരുന്നത് അനൂപിനായിരുന്നു. ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടതിനു ശേഷം അവൻ കണ്ടെത്തിയ ഏക സമാധാനം ആ ഉദയസൂര്യൻ മാത്രമായിരുന്നു. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ് എന്നവൻ വിശ്വസിച്ചു. ഒരു ദിവസം പതിവുപോലെ അവൻ കടൽത്തീരത്തിരിക്കുമ്പോൾ കുറച്ചകലത്ത് ഒരു പെൺകുട്ടി നിശബ്ദമായി സൂര്യനെ നോക്കി നിൽക്കുന്നത് കണ്ടു. അവളുടെ പേര് മായ. അവളുടെ കണ്ണുകളിൽ ഒരു വേദനയും, പക്ഷെ അതിനുള്ളിൽ ഒരു പ്രതീക്ഷയുമുണ്ടായിരുന്നു. അടുത്ത ദിവസം വീണ്ടും അവൾ അവിടെയുണ്ടായിരുന്നു. മൂന്നാം ദിവസം അനൂപ് അവളുടെ അടുത്തേക്ക് നടന്നു. നീ ദിവസവും ഇവിടെ വരാറുണ്ടോ? മായ ചെറുതായി ചിരിച്ചു. സൂര്യൻ ഓരോ ദിവസവും വരുന്നതുപോലെ. ആ മറുപടി അവനെ ആകർഷിച്ചു. പതിയെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. സൂര്യോദയം, കടൽ, ജീവിതം എല്ലാം അവരുടെ സംഭാഷണത്തിൽ ഇടം നേടി. മായ തന്റെ കഥ പറഞ്ഞു. ഒരു വലിയ നഷ്ടം, അതിൽ നിന്നുള്ള വേദന. അനൂപ് അവളെ മനസ്സിലാക്കി. കാരണം അവനും അതേ വേദന അനുഭവിച്ചിരുന്നു. നമ്മൾ രണ്ടുപേരും പുതിയ തുടക്കം തേടുന്നവരാണ്, അവൻ പറഞ്ഞു. ദിവസങ്ങൾ കടന്നു. അവരുടെ സൗഹൃദം സ്നേഹമായി മാറി. ഓരോ പ്രഭാതവും അവരൊരുമിച്ച് സൂര്യോദയം കാണും. ഓരോ ഉദയവും അവരുടെ ഹൃദയത്തിൽ ഒരു പുതിയ പ്രതീക്ഷയായി. ഒരു ദിവസം മായ ചോദിച്ചു, ഈ സൂര്യൻ ഒരിക്കൽ വന്നില്ലെങ്കിലോ? അനൂപ് ചിരിച്ചു. അതൊരിക്കലും സംഭവിക്കില്ല, കാരണം പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കില്ല. അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. പക്ഷേ ജീവിതം വീണ്ടും ഒരു പരീക്ഷണം നൽകി. മായയ്ക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ടി വന്നു, കുടുംബത്തിന്റെ കാരണത്താൽ. ഞാൻ പോകണം. അനൂപിന്റെ ഹൃദയം വേദനിച്ചു. നീ തിരിച്ചു വരുമോ? മായ ഒരു നിമിഷം നിശബ്ദമായി നിന്നു. നമ്മുടെ സൂര്യൻ വീണ്ടും ഉദിക്കും. അവൾ ചിരിച്ചു. അവൾ പോയി. ദിവസങ്ങൾ കടന്നു. അനൂപ് ഇപ്പോഴും കടൽത്തീരത്തെത്തും. പക്ഷെ ഇപ്പോൾ അവൻ ഒറ്റയായിരുന്നു. എങ്കിലും അവൻ പ്രതീക്ഷ വിട്ടില്ല. ഒരു ദിവസം സൂര്യോദയം ആരംഭിക്കുമ്പോൾ അവനൊരു പരിചിതമായ ശബ്ദം കേട്ടു. ഇന്ന് സൂര്യൻ കുറച്ച് വൈകിയതുപോലെ. അവൻ തിരിഞ്ഞുനോക്കി. മായ. അവന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. നീ തിരിച്ചുവന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സൂര്യൻ വീണ്ടും ഉദിക്കും. അവൾ ചിരിച്ചു. ആ പ്രഭാതം സൂര്യൻ കൂടുതൽ പ്രകാശമായി തെളിഞ്ഞു. കാരണം അതൊരു പുതിയ തുടക്കത്തിന്റെ സാക്ഷിയായിരുന്നു. അതിനുശേഷം അവരോരോ പ്രഭാതവും ഒരുമിച്ച് കാണും. ജീവിതം, പ്രണയം, പ്രതീക്ഷ എല്ലാം പങ്കുവെച്ച്.